നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് ഇത്രയും നേരം വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവസാനിക്കണം ദൈവത്താൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം. ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസമൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന സത്യാൽ മാറിയ രോഗങ്ങളെ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മക്കൾ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചുവടിനെ കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിന് നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമൽവാർന്ന വലതുകരം, അണിപ്രധാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിഴ പോലെ വൈദാക്കാലം ദൈവികമായ ശക്തി, യേശു ക്രിസ്തുവിന്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഴുകണമേശോ നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ നിന്നിരുരക്തത്താൽ കഴുകണമേശോ നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ പരീക്ഷയില് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക് തകരും. അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവ് അങ്ങനെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് ഹൈസ്കൂൾ മുതൽ, കോളേജ് മുതൽ, മെറിറ്റ് പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിൻസ്, മത്സര പരീക്ഷകൾ എല്ലാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അവരുടെ പരാധീനം പോരായ്മ പരിഹരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ ഒരു ജീവിതം, വിശ്വാസത്തിന്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷടയാൾ ദൈവശക്തിയാൽ വിജയത്തിന്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിറയ്ക്കണമേശോ പാപഭാരങ്ങൾ അകറ്റണമേശോ നിറയ്ക്കണമേശോ പാപഭാരങ്ങൾ അകറ്റണമേശോ കഴുകണമേശോ പ്രിയപ്പെട്ടവരെ, സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനിപ്പോൾ ഓർക്കുന്നത്. ചില വ്യക്തികൾ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും. അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിനുവേദന അനുഭവിക്കുന്നുണ്ടാകും. അവരെ ഞാൻ ഇപ്പോഴേക്ക് അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത്. കർത്താവ് നിങ്ങളെ ആശീർവദിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് ദുഃഖവും
ഭാരം ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേസുകൾ, വഴക്കുകൾ, നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ, നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ഭാഗധേയങ്ങളും ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള നാരക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിഗണിക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ആരാധനയിലൂടെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, ഈ പ്രാർത്ഥനയെ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കർത്താവ് നൽകിയ വിളിയാണ്, ദൈവവിളിയാണ്, ദൈവാനുഗ്രഹമാണ്. ഇപ്പോഴും ആരാധനയിലെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കാൻ ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉണ്ട്. നിങ്ങളിപ്പോൾ മൗനമായി നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ആലയത്തിൽ പ്രവേശിച്ചത് അത് മാതാവിന്റെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി വീണ്ടും ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന കഥാരോഗപീഡിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വേണ്ടി ചീട്ട് കുറിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും കർത്താവ് അങ്ങ് വിചാരിച്ചാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാനും കഴിയും കർത്താവ്. അങ്ങനെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉപയോഗിക്കുന്ന മരുന്നുകൾ, എല്ലാ പ്രൊസീജിയറും പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉന്നതമായ ആരോഗ്യത്തോടെ അവർ തിരികെ വരുന്നതിനായി ഇട്ടുമുഴക്കം പരിശോധിക്കട്ടെ. ഈ ആഴ്ചയിൽ ജോലി അന്വേഷിച്ച് പോകുന്നവരെ, സർവീസ് സംബന്ധമായ കാര്യത്തിൽ പോകുന്നവർ, യാത്രാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകുന്നത്, സാങ്കേതികമായ നിയമപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, വീട്ടിൽ നിന്ന് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന എല്ലാവരും പരിശുദ്ധ ദേവമാതാ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ദൈവത്തിന്റെ അടയാളം, സ്വർഗീയ അടയാളം, ഞാൻ നിൽക്കുന്ന ദൂതനായിരിക്കും നല്ല കർത്താവിന്റെ ദൂതന്റെ സാന്നിധ്യം നിന്റെ നീ പോകുന്നിടത്തിൽ അനുഭവവേദ്യമാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയിൽ തുടക്കത്തിൽ ഈശോ സംസാരിച്ചതുപോലെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നിന്റെ വചനങ്ങൾ ശ്രവിച്ച് അത് പാലിച്ച് നടപ്പിൽ വരുത്തി നീ ഞങ്ങളോടൊത്ത് വസിക്കുവാനുള്ള നിന്റെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരാകുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.